നമ്മൾ ചെയ്യാൻ പോകുന്നത് കുട്ടികളുടെ ഹീറോയിനായ മാഷയുടെ ഡ്രസ്സാണ്. അതിനുവേണ്ടി ഞാൻ 1 മീറ്റർ സാറ്റിൻ ക്ലോത്ത് ആണ് എടുത്തിട്ടുള്ളത്. മാർക്കറ്റിൽ വളരെ ചീപ്പ് റേറ്റിന് കിട്ടുന്ന ഒരു ക്ലോത്ത് ആണ് സാറ്റിൻ. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ്ലി ഡ്രസ്സിൻ്റെ അപ്പർ പാർട്ട് നമുക്ക് കട്ട് ചെയ്യാം. അതിനുവേണ്ടി ക്ലോത്ത് ഞാൻ 4ആയി ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ചുരിദാറിനൊക്കെ ഫോൾഡ് ചെയ്യുന്ന പോലെ 4ആയിട്ട് ഫോൾഡ് ചെയ്തിടുക. ദെൻ വിഡ്ത്ത് 6 ആണ് എടുക്കുന്നത്. 6ൽ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടി 7 ഇവിടെ മാർക്ക് ചെയ്യാം. ദെൻ ലെങ്ത്തും 7 ആണ് ലെങ്ത്ത് എടുക്കുന്നത്. അപ്പർ പാർട്ടിൻ്റെ 7 മാർക്ക് ചെയ്യാം. ദെൻ നമുക്ക് ഇവിടെ ഒന്ന് വരച്ചൊരു സ്ക്വയർ ആക്കി എടുക്കാം. ഈ സ്ക്വയറിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാം. ഫസ്റ്റായിട്ട് നെക്ക് 2 ഇഞ്ചാണ് എടുക്കുന്നത്. 2 ഇഞ്ച് മാർക്ക് ചെയ്യാം. ദെൻ നെക്കിൻ്റെ ലെങ്ത്ത് 5 ആണ് എടുക്കുന്നത്. 5 മാർക്ക് ചെയ്യാം. സ്ക്വയർ നെക്കാണ്. സോ നമുക്ക് ഇവിടെ ഇതൊരു സ്ക്വയർ ആക്കാം. ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡർ 2 ആണ് എടുക്കുന്നത്. ദെൻ 2 മാർക്ക് ചെയ്യാം. ആം ഹോള് 3.5 3.5 ഇഞ്ചാണ് ആം ഹോൾ എടുക്കുന്നത്. 3.5 മാർക്ക് ചെയ്യാം. ദെൻ ഷോൾഡറിന് ആം ഹോളിലോട്ട് ലൈൻ കൊടുക്കാം. ആം ഹോളിൻ്റെ ഇവിടെ വിഡ്ത്ത് വരുന്നത് 7 ആണ്. 7 ആം ഹോളിൻ്റെ ഇവിടുന്ന് ഒരു 1/2 ഇഞ്ച് നമുക്കിവിടെ മാർക്ക് ചെയ്യാം. എന്നിട്ട് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ദെൻ ലോവർ പാർട്ട് കട്ട് ചെയ്യാം. അതിനുവേണ്ടി ക്ലോത്ത് 4ആയി ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. ലോവർ പാർട്ടിൻ്റെ വിഡ്ത്ത് 7 ഇഞ്ച് മാർക്ക് ചെയ്യുക. 7 ഇഞ്ച് മാർക്ക് ചെയ്തു. ദെൻ ലെങ്ത്ത് 11 ആണ് മാർക്ക് ചെയ്യുന്നത്. നമ്മൾ അപ്പർ പാർട്ടിൽ 7 എടുത്തിട്ടുണ്ട്. 7 + 11 18 ആണ് ടോട്ടൽ ലെങ്ത്ത് വരുന്നത്. ദെൻ 11 മാർക്ക് ചെയ്യുക. ലോവർ പാർട്ടിൻ്റെ താഴ്ഭാഗം 9 വിഡ്ത്ത് 9 ആയിട്ട് മാർക്ക് ചെയ്യുക. നമുക്കൊരു ലൈൻ കൊടുക്കാം. ദെൻ 7ന് 9ലോട്ട് ഒരു ലൈൻ വരയ്ക്കുക. മാഷ ഡ്രസ്സിൻ്റെ ഫ്രോക്ക് പാർട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു. ദെൻ ഇന്നർ പാർട്ട് കട്ട് ചെയ്യാം. അതിനുവേണ്ടി 1/2 മീറ്റർ കോട്ടൺ ക്ലോത്ത് ആണ് എടുത്തിട്ടുള്ളത്. ഈ ക്ലോത്ത് 4ആയിട്ട് ഫോൾഡ് ചെയ്തിടുക. ദെൻ 7 ഇഞ്ച് മാർക്ക് ചെയ്യാം. പിന്നെ ഫസ്റ്റ് മാർക്ക് ചെയ്ത പോലെ തന്നെ 7 ഇഞ്ച് മാർക്ക് ചെയ്യാം. ദെൻ ലെങ്ത്ത് എടുക്കുന്നത് 10 ആണ് ലെങ്ത്ത് എടുക്കുന്നത്. 10 മാർക്ക് ചെയ്യാം. നമുക്ക് ഇവിടെ ഒരു സ്ക്വയർ പോലെ വരയ്ക്കാം. നെക്കാണ് കട്ട് ചെയ്യുന്നത്. നെക്ക് 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ദെൻ ലെങ്ത്ത് ഫ്രണ്ട് നെക്ക് 3ഉം ബാക്ക് നെക്ക് 2 മാർക്ക് ചെയ്യുക. ലൈൻ വരയ്ക്കുക. ഷോൾഡർ 2 മാർക്ക് ചെയ്യുക. ആം ഹോള് 3.5 ആം ഹോൾ മാർക്ക് ചെയ്തു. ദെൻ ഷോൾഡറിലോട്ട് ലൈൻ വരച്ച് ചെസ്റ്റ് അളവ് 7 ആണ്. ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യാം. ആം ഹോളിൻ്റെ ഇവിടെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യാം. ദെൻ റൗണ്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ദെൻ സ്ലീവ് കട്ട് ചെയ്യാം. അതിനായി 9 ഇഞ്ച് വിഡ്ത്തും 14 ഇഞ്ച് ലെങ്ത്തുള്ള 2 പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യാം.
ദെൻ ഹാഫ് ഇഞ്ച് ഇവിടെ ഒരു ഹാഫ് ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം. ഹാഫ് ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ ഒരു സ്ട്രൈറ്റ് ലൈൻ കൊടുക്കുക. താഴ്ഭാഗത്ത് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇതിവിടെ വിഡ്ത്ത് വരുന്നത് 4.5 ആണ് വിഡ്ത്ത് വരുന്നത്. ഇവിടുന്ന് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്തു. ഈ പോയിന്റിൽ നിന്ന് 2ലോട്ടൊരു ലൈൻ വരയ്ക്കാം. ടോട്ടൽ ലെങ്ത്ത് 13 ആണ് ടോട്ടൽ ലെങ്ത്ത് എടുക്കുന്നത്. ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യാം. ഇതിനൊരു സ്കെയിൽ വെച്ച് ഇവിടെ ഒരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കാം. ജസ്റ്റ് ഇതൊന്ന് ജോയിൻ ചെയ്യാം. ദെൻ കട്ട് ചെയ്യാം. മാഷയുടെ തട്ടത്തിനായിട്ട് ഒരു സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുക്കാം. പീസ് ഇങ്ങനെ കോണാക്കി വെച്ച് ജസ്റ്റ് ഇതിന് അളവൊന്നുമില്ല. ജസ്റ്റ് ബാലൻസ് പീസ് വെച്ച് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് ജസ്റ്റ് നോക്കി അതിനനുസരിച്ചൊന്ന് ഒരു പീസ് സ്ക്വയർ പീസ് കട്ട് ചെയ്താൽ മതി. അങ്ങനെ മാഷയുടെ ഡ്രസ്സിന് ആവശ്യമായ ക്ലോത്ത് എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഫസ്റ്റ് ഫ്രണ്ട് പോർഷൻ്റെയും ബാക്ക് പോർഷൻ്റെയും ഈ 2 പീസും തമ്മിൽ ജോയിൻ ചെയ്യാം. നല്ല വശവും ചേർത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബാക്ക് പോർഷൻ്റെയും ഫ്രണ്ട് പോർഷൻ്റെയും അപ്പർ പാർട്ടും ലോവർ പാർട്ടും നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്ക് സ്റ്റിച്ച് ചെയ്യാം. നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിനായിട്ടൊരു ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ക്ലോത്തിൻ്റെ നല്ല വശത്ത് ചേർത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നെക്കിൽ സ്ക്വയർ പോർഷൻ്റെ ഇവിടെ എത്തുമ്പോൾ നീഡിലൊന്ന് കുത്തി വെച്ചിട്ട് വേണം ക്ലോത്ത് തിരിക്കാൻ. ദെൻ സ്റ്റിച്ച് ചെയ്യാം. നെക്കിൻ്റെ സ്ക്വയർ വരുന്ന പോർഷനിൽ ജസ്റ്റ് നോച്ചിട്ട് കൊടുക്കാം. 1-2 നോച്ചിട്ട് കൊടുക്കാം. 2 ഭാഗത്തും ഇതുപോലെ ഇട്ട് കൊടുക്കണം. ദെൻ ക്രോസ് പീസ് വെച്ച് ഒന്ന് മടക്കി ചീത്തവശം എടുത്ത് ക്രോസ് പീസ് ഡബിൾ ഫോൾഡ് ചെയ്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. ബാക്കും ഫ്രണ്ടും നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ദെൻ ആം ഹോള് ഡബിൾ ഫോൾഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. 4 പാർട്ടും ഇതുപോലെ സ്റ്റിച്ച് ചെയ്യണം. ബാക്കും ഫ്രണ്ടും നല്ല വശവും ജോയിൻ ചെയ്ത് വെച്ച് ഷോൾഡർ 2ൻ്റെയും ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്ത് തയ്ക്കാം. ദെൻ 2 സൈഡും ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. 2 സൈഡും സ്റ്റിച്ച് ചെയ്തു. ഇനി താഴ്ഭാഗം ഡബിൾ ഫോൾഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് തയ്ക്കാം. ഡബിൾ ഫോൾഡ് ചെയ്ത് വെച്ച് റൗണ്ടിൽ ഒന്ന് തയ്ച്ചെടുക്കാം. ഫ്രണ്ട് പോർഷനിൽ ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ ഗോൾഡൻ റിബൺ സെറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടാനുസരണം ഫുള്ളി ഫ്രോക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമോ അല്ലെങ്കിൽ സൈഡ് ജോയിൻ ചെയ്യുന്നതിന് മുമ്പുമായിട്ട് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം. മാഷയുടെ ഡ്രസ്സിൻ്റെ വർക്ക് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കൂടാതെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഇന്നറും കൂടി ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ കാണിക്കാത്തത് വീഡിയോസ് ഒരുപാട് ലെങ്തായി പോകുന്നുള്ളത് കൊണ്ടാണ് ആ വീഡിയോ ഇതിൽ ആഡ് ചെയ്യാത്തത്. ആൻഡ് ഇന്നറിൻ്റെ സ്ലീവിൽ ഞാൻ 3 ലൈൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ബ്ലൂ ത്രെഡ് വെച്ചിട്ടാണ് ഈ 3 ലൈൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഒരു ഡെക്കറേറ്റീവ് പർപ്പസിന് വേണ്ടി ചെയ്തതാണ്. നിങ്ങൾക്ക് ഫാബ്രിക് പെയിൻറ് കൊണ്ടോ അല്ലെങ്കിൽ എംബ്രോയിഡറി നൂല് കൊണ്ടോ നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ആൻഡ് ഉള്ളിൽ ഞാൻ 4 ഇഞ്ച് ലെങ്ത്തിലാണ് ഒരു ഇലാസ്റ്റിക് വെച്ചിട്ടുണ്ട്. ഇത് 4 ഇഞ്ച് ലെങ്ത്തിൽ വെച്ചിട്ടുള്ള ഇലാസ്റ്റിക്കാണ്. നടക്കുന്ന കുട്ടികൾക്കാണ് ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടാൽ കാണാൻ കൂടുതൽ ഭംഗി.
കുട്ടികളുടെ ഹീറോയിനാണല്ലോ മാഷ. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ഇങ്ങനത്തെ ഒരു ഡ്രസ്സ്. നിങ്ങളുടെ ബേബീസിനൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ അമർത്തുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ന്യൂ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇനിയും പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.